യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനമാണ് ഇന്ന് പകലും രാത്രിയും നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. മതി. ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിനിടയിൽ ഇരുന്നു കൊണ്ട് പ്രവചിക്കാൻ ദൈവം നിയോഗിച്ചൊരു മനുഷ്യനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ പറയുന്ന പ്രവചനങ്ങൾ യെശയ്യാവിൻ്റെ ആശയങ്ങളല്ല, ദൈവത്തിൻ്റെ സന്ദേശങ്ങളാണ്. എക്കാലത്തും ദൈവത്തിന് സ്തോത്രം, പരാജയം മനുഷ്യജീവിതത്തിൽ വരാതിരിക്കുവാൻ പ്രവാചകനിലൂടെ ദൈവം പ്രവചിക്കുകയാണ്. ഇന്നലകളിൽ നിനക്ക് വന്ന പരാജയം മാറാൻ പോവുക, നിന്നെ ശുഭകരമായി പ്രവർത്തിക്കാൻ ഞാൻ അഭ്യസിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. എന്നിട്ട് അടുത്ത പദം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന. ചില വഴികളൊക്കെ അടയ്ക്കുകയും നീ പോകേണ്ട വഴി ദൈവം ഓപ്പൺ ആക്കി തരാൻ പോകുകയാണെന്ന് പ്രവാചകൻ പ്രവചിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഏതൊരു വ്യക്തിക്കും അഭ്യസനം ആവശ്യമാണ്. ഒരു ആളെ പട്ടാളത്തിൽ എടുക്കുമ്പം രാവിലെ ഒരു പട്ടാളക്കാരനായിട്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ പാകിസ്ഥാനുമായി നടക്കുന്ന യുദ്ധത്തിന് ഇന്ത്യയുടെ അതിർത്തിയിൽ ഒരു പട്ടാളക്കാരനെ പറഞ്ഞു വിടുവല്ല. ഒരു പട്ടാളക്കാരനാകാൻ തീരുമാനിച്ചാൽ അവന് ധാരാളം ട്രെയിനിങ്ങുകൾ കൊടുക്കണം, അഭ്യസനങ്ങൾ കൊടുക്കണം. കർത്താവിന് സ്തോത്രം. ആ അഭ്യസനത്തിൽ കൂടെ മാത്രമേ ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളും മിസൈലുകളെയും തടയുവാനുള്ള ശക്തിയും കരുത്തും അവന് ലഭിക്കണമെങ്കിൽ അവൻ ആ വിഷയത്തിൽ ട്രെയിൻഡ് ആയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ ദൈവം ജനത്തോട് പറയുന്നൊരു സന്ദേശമാണ് അല്പനേരം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഈ വചനം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 3 ആത്മീക വെളിപ്പാടുകൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്നു. ആ 3 വെളിപ്പാടുകളെ നിങ്ങളിലേക്കൊന്ന് തുറന്നു വിടാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഈ ചിലരുടെ ജീവിതം വർഷങ്ങളായി അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ചിലരുടെ ജീവിതം വർഷങ്ങളായി ഒരേ അവസ്ഥയിൽ കിടക്കുകയാണ്. ചിലരുടെ ലൈഫ് ഓരോ വർഷവും ഇങ്ങനെ തകർന്ന് ഇല്ലായ്മപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. നമുക്ക് ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്. സാമ്പത്തിക തകർച്ച ഉള്ളവർക്ക് ബൈബിളിൽ തരുന്ന വാഗ്ദത്തം കേട്ടോ: നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. ദൈവത്തിന് നീ ഭാഗ്യവാൻ. നിനക്ക് ഇസ്രായേൽ മക്കളോട് പറയാം, നീ മിസ്രൈമിൽ ഒതുങ്ങേണ്ടവനല്ല, പാലും തേനും ഒഴുകുന്ന കനാൻ നാട് നിന്റെയാണ്. അപ്പോൾ വാഗ്ദത്തം കേട്ടാ നമ്മളെല്ലാം ആമീൻ പറഞ്ഞേ. പക്ഷെ ചോദ്യം, ഒരു സൈഡിൽ വാഗ്ദത്തം ഒരു മല പോലെ കൂമ്പാരം കൂടി നിൽക്കുമ്പോൾ മറു സൈഡിൽ നീ ഒരേ അവസ്ഥയിൽ വർഷങ്ങളായിട്ട് കിടക്കുക.